This news is brought to you by ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം ചെറുപുഴ. തോമാപുരം സെന്റ് തോമസ് LP സ്കൂളിന്റെ 77ാമത് വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും വിപുലമായ പരിപാടികളോടെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ മാർട്ടിൻ ജോസഫ് സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജർ വെരി റവറന്റ് ഫാദർ ഡോക്ടർ മാണി മേൽവട്ടം അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി ഉദ്ഘാടനം നിർവഹിച്ചു. തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി കോർപ്പറേറ്റ് മാനേജർ വെരി റവറന്റ് ഫാദർ ഡോക്ടർ സോണി വടശ്ശേരിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കുകയും ചെയ്തു. ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി മുഖ്യപ്രഭാഷണം നടത്തി. ചിറ്റാരിക്കാൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജസീന്ത ജോൺ, തോമാപുരം സെന്റ് തോമസ് ഹൈസ്കൂൾ പ്രിൻസിപ്പാൾ സിജോം സി ജോയി എന്നിവർ ആദരവ് ഏറ്റുവാങ്ങുകയും ആശംസകൾ നേരുകയും ചെയ്തു. അസിസ്റ്റന്റ് മാനേജർമാരായ റവറന്റ് ഫാദർ ജുബിൻ കണിയാമ്പറമ്പിൽ, റവറന്റ് ഫാദർ മാത്യൂസ് മണലേൽ, വാർഡ് മെമ്പർ സിന്ധു മാത്യു, സെന്റ് തോമസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ജസ്റ്റിൻ മാത്യു, PTA പ്രസിഡന്റ് വിനോദ് KP, മദർ PTA പ്രസിഡന്റ് ജിഷ പ്രിൻസ്, സ്കൂൾ ലീഡർ ശ്രീമയി ഹരിഹരൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തോമാപുരം LP സ്കൂൾ പ്രീ പ്രൈമറി ടീച്ചർമാരായ സാലി ടോംസ്, ഷൈബി ജോസഫ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. സ്റ്റാഫ് സെക്രട്ടറി ജിസ്വിൻ SD നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഈ സ്കൂളിനോട് കൈകോർക്കുന്നതിൽ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. എനിക്ക് മാതാപിതാക്കളോടായിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുമ്പോൾ പറയാനുള്ളത് ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ്. വളരെ ഹ്രസ്വമായ ഒരു സമയത്തിനുള്ളിൽ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഖലീൽ ജിബ്രാനാണ് പറഞ്ഞത്, മാതാപിതാക്കളെ മക്കൾ നിങ്ങളുടേതല്ല, അവർ ദൈവത്തിൻ്റെതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് മാത്രമല്ല മക്കളെ വളർത്തേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിലേക്കാണ്. പ്രിയമുള്ള മാതാപിതാക്കളെ, ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിലേക്ക് നമ്മുടെ മക്കൾ വളർന്നാൽ അവരിലൂടെ സംഭവിക്കുന്ന നന്മകൾ ഈ രാജ്യത്തിനും ഈ സമൂഹത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും അവർണ്ണനീയമായിരിക്കും എന്ന് പറയാൻ നമുക്ക് സാധിക്കും. വർഷങ്ങളായി നമ്മുടെ വിദ്യാലയം ഉന്നത വിജയം, വിവിധ അവാർഡുകൾ, കലാകായിക നേട്ടങ്ങൾ, അക്കാദമിക് മികവ് എന്നിവയിൽ മുന്നിൽ നിൽക്കുന്നത് ഈ വിദ്യാലയത്തിൻ്റെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അക്ഷീണ പരിശ്രമത്തിൻ്റെ ഫലമാണ്. ഈ 77 വർഷങ്ങൾക്കിടയിൽ ഇവിടെ പഠിച്ചുപോയ അനവധി വിദ്യാർത്ഥികൾ ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രസക്തരായി സേവനമനുഷ്ഠിക്കുന്നു. അവരുടെ വിജയങ്ങളിൽ നമ്മുടെ സ്കൂളിൻ്റെ മുദ്ര വ്യക്തമാണ്. അത് നമുക്ക് അഭിമാനവും പ്രചോദനവും നൽകുന്നു. ഇത്തരം വിജയങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെ ആദരവോടെ സ്മരിക്കാതെ വയ്യ. അവരുടെ ആത്മാർത്ഥ പരിശ്രമം കൂടുതൽ ദീർഘവീക്ഷണവും കരുതലും ഒക്കെയാണ് ഈ വിദ്യാലയത്തെ ഇന്നത്തെ ഉയരത്തിലേക്ക് നയിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാനും 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ തോമാപുരം സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ്. എൻ്റെ മക്കളും ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്, മലയാളം മീഡിയം സ്കൂളിൽ. എനിക്കറിയാം, ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാൾ എന്ന നിലയിൽ തോമാപുരം LP സ്കൂളിൻ്റെ മഹത്വം എന്താണെന്ന് വർഷങ്ങളായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. എല്ലാ മാതാപിതാക്കൾക്കും തോമാപുരം അടുത്ത വലിയ വലിയ സ്കൂളുകളിൽ ചേർക്കാൻ പറ്റാത്ത മാതാപിതാക്കൾ ഏറ്റവും നല്ലൊരു കരുതലും നല്ല മൂല്യവുമുള്ള ഒരു സ്കൂളായി നമ്മുടെ തോമാപുരം LP സ്കൂളിനെയാണ് കാണുന്നത്. അത് ഇവിടുത്തെ അധ്യാപകരുടെ ചിട്ടയായ പ്രവർത്തനവും അവരുടെ ആത്മാർത്ഥതയും അർപ്പണബോധവും ഒന്നുകൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സമ്മാനദാന ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ സ്കൂളിലെ ഓരോ കുട്ടിയും ഓരോ വിവിധ പരിപാടി. തലശ്ശേരിയിലെ ഏറ്റവും നല്ല അധ്യാപകർ ഈ സ്കൂളിലുള്ള ഉണ്ട് എന്നുള്ളതാണ്. തലശ്ശേരി കോർപ്പറേറ്റിലെ ഏറ്റവും നല്ല കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നു എന്നാണ്
തലശ്ശേരിയിലെ ഏറ്റവും നല്ല മാതാപിതാക്കന്മാർ, കുട്ടികളുടെ PTA ഇവിടെയുണ്ട് എന്നുകൂടി ഇതിനർത്ഥമുണ്ട്. കൂടാതെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന വളരെ നല്ല നേതൃത്വം ബഹുമാനപ്പെട്ട മാണിയച്ഛൻ്റെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട മാർട്ടിൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെയുണ്ട് എന്ന് പറയാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇത് കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇവിടെ സംസാരിക്കുന്ന ഞാനടക്കമുള്ളവർ ആത്മസംയമനം പാലിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, അത് ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുകയും മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്താൻ കൂടി ഉപയോഗിക്കുകയാണ്. നേടുമ്പോൾ ആദ്യ വർഷവും അവസാന വർഷവും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരുടെയും ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെയും ഇവിടുത്തെ മാതാപിതാക്കളുടെയും PTA-യുടെയും ഒക്കെ കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ആകഫലമാണ് ഇത്തരത്തിലുള്ള വിജയങ്ങൾ എന്ന് നമുക്കറിയാം. ഒരു വിദ്യാർത്ഥി പട്ടണത്തിൽ പഠിക്കാൻ പോയി അവിടെ സ്ഥിരതാമസമാക്കി. മാതാപിതാക്കളും അവിടെ ജോലിക്കാരായിരുന്നു. അവിടെ തന്നെ സ്ഥാനത്തെത്താൻ സാധിക്കുന്ന ഒരു സ്കൂളായി സെന്റ് തോമസിന് മാറാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഈ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനത്തിൻ്റെയും അവർക്ക് കിട്ടുന്ന പരിഗണനയുടെയും ഒക്കെ ഫലം കൊണ്ട് തന്നെയാണ്. മാർട്ടിൻ സാറ് പറഞ്ഞതുപോലെ തന്നെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനോട് ഏറ്റവും അടുത്തുള്ള സ്കൂളായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഈ സെന്റ് തോമസ് സ്കൂളുകൾ, LP സ്കൂളും അതേപോലെ തന്നെ ഹൈസ്കൂൾ ഉപജില്ലയ്ക്ക് എനിക്ക് ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് ഏറ്റവും സഹായകരമായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷെ എന്നാൽ പോലും ഔദ്യോഗികമായി ഈ സ്കൂളിലേക്ക് ഇവിടുത്തെ അധ്യാപകരെ നോക്കുന്നതിന് വേണ്ടി ഇവിടെ വരുമ്പോൾ ആ ഒരു പരിഗണന ഒരിക്കലും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ കാണിക്കാറില്ല. അപ്പോൾ ഫാഷൻ ലോകത്തെ പുതുപുത്തൻ ട്രെൻഡുകൾ ഇനി നിങ്ങളുടെ കൈപ്പിടിയിൽ. ആഘോഷങ്ങൾ ഇനി കൂടുതൽ വർണ്ണാഭമാക്കാം. സ്ത്രീകൾക്കായുള്ള എല്ലാവിധ വസ്ത്രങ്ങളും ഇനി ഒരിടത്ത്. ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം ചെറുപുഴ. അത്യാകർഷകമായ സാരികൾ, ലേറ്റസ്റ്റ് കോട്ട് സെറ്റുകൾ, മാക്സികൾ തുടങ്ങി എല്ലാവിധ ലേഡീസ് ഐറ്റംസുകളും മിതമായ വിലയിൽ. നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് വസ്ത്രങ്ങൾ തുന്നി നൽകാൻ ഞങ്ങളുടെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് സെന്ററും തയ്യാർ. ഗുണമേന്മയുള്ള മെറ്റീരിയലുകൾ, മിതമായ വില, പുതിയ കാലഘട്ടത്തിലെ ഫാഷൻ സങ്കല്പങ്ങൾക്കനുസരിച്ച് വസ്ത്രങ്ങൾ ഒരുക്കുന്ന കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സിനിണങ്ങിയ ലേറ്റസ്റ്റ് കളക്ഷനുകളുടെ വൻ ശേഖരം. കണ്ണിന് കുളിർമയേകുന്ന വ്യത്യസ്തമായ വർണ്ണങ്ങളിൽ. ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം ചെറുപുഴ. ഫോൺ 9961 451671.